എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ട് ഗിംബലുകൾ തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. കാരണം ഈയിടെയായിട്ട് ഇറങ്ങിയിട്ടുള്ള രണ്ട് ഗിംബലാണ് സിയോൻ്റെ വീബിൾ 3S എന്ന് പറയുന്ന ഗിംബലും അതുപോലെ DJI RS4 മിനി എന്ന് പറയുന്ന ഈ ഗിംബലും. ഏകദേശം ഒരുപോലെ വെയിറ്റും അതുപോലെ തന്നെ ഒരുപോലെ കപ്പാസിറ്റിയും അതുപോലെ പ്രൈസും ഏകദേശം ഒരുപോലെ വരുന്ന രണ്ട് ഗിംബലുകളാണ്. അപ്പോൾ ഈ രണ്ട് ഗിംബലുകൾ തമ്മിലുള്ള കമ്പാരിസൺ നമ്മൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാൻ പോകുന്നത്. രണ്ട് ഗിംബലുകൾ പറയുകയാണെങ്കിൽ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ വെയിറ്റാണ് നോക്കുക. കാരണം ട്രാവലിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ലൈറ്റ് വെയിറ്റ് ആയുള്ള ഗിംബൽ നോക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് വെറും 880 ഗ്രാം മാത്രമാണ്. ഇതാണെങ്കിൽ 1 കിലോ 56-58 ഗ്രാമും വരുന്നുണ്ട്. അപ്പോൾ ലെസ് വെയിറ്റ് വരുന്നത് ഇതാണ്. രണ്ടിനും പേലോഡ് കപ്പാസിറ്റി ആണെങ്കിൽ രണ്ടും ഫുൾ ഫ്രെയിം ക്യാമറ വിത്ത് 24-70 ലെൻസൊക്കെയാണ് പറയുന്നത്, ഏകദേശം 2 കിലോ. അപ്പോൾ പേലോഡ് കപ്പാസിറ്റിയും വെയിറ്റും നോക്കുകയാണെങ്കിൽ DJI RS4 മിനിയാണ് കുറച്ചും കൂടെ ബെറ്റർ. കഴിഞ്ഞ ഞാൻ എൻ്റെ ട്രാവലിങ്ങിന് മുഴുവനായിട്ട് യൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗിംബലാണ്. ഇനി നമുക്ക് അടുത്തത് വരുന്നത് ഇതിൻ്റെ കേപ്പബിലിറ്റീസാണ്. കാരണം DJI നമുക്കറിയാം ഡ്രോണുകളും ഒരുപാട് അടിപൊളിയായിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മെഷീനൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് DJI. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ഇവിടെ ഒരു ഇൻ്റലിജൻറ്റ് ട്രാക്കിംഗ് ആണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കൈകൊണ്ട് വെറുതെ ജസ്റ്റർ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് ഗ്രീൻ ആവും, നമ്മൾ കറക്റ്റായിട്ട് അത് ട്രാക്ക് ചെയ്യും. നമ്മൾ എവിടെ പോകണമെങ്കിൽ ട്രാക്ക് ചെയ്യും. അതും ശരിക്കും കോമ്പോസിഷനൊക്കെ ചെയ്തിട്ടാണ് ട്രാക്ക് ചെയ്യുന്നത്. മിഡിലാണെങ്കിൽ മിഡിൽ, സൈഡിലാണെങ്കിൽ അവിടെ കറക്റ്റ് കോമ്പോസിഷനിൽ കറക്റ്റായി ട്രാക്ക് ചെയ്യും. ട്രാക്കിംഗ് അവസാനിപ്പിക്കണമെങ്കിൽ കൈകൊണ്ട് നമ്മൾ ഗസ്റ്റർ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് ആവുകയും ചെയ്യും. ഇനി അതെല്ലാം നമ്മളൊരാളെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോഗ്രാഫറിൻ്റെ അയാൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വെറുതെ നമ്മളൊരു ട്രിഗർ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ട്രാക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ ഫോളോ ചെയ്യുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. നമ്മളെ മുന്നിലുള്ള സബ്ജക്റ്റ് അറിയിച്ച് അതിൻ്റെ കൂടെ നമ്മൾ പോയാൽ തന്നെ ഈ മൊഡ്യൂളിനെ ട്രാക്ക് ചെയ്തോളും. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, അപ്പോൾ ഞാൻ ഗിംബൽ എങ്ങനെ തിരിച്ചു കഴിഞ്ഞാലും ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യും. ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ട്രിഗർ അമർത്തി കിടത്താൽ ട്രാക്കിംഗ് ഓഫായി. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ട്രാക്കിംഗ് ഓഫാക്കിയിട്ട് ബാക്കി ഷൂട്ടുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ട്രാക്കിംഗ് സംവിധാനമാണ് ഇതിന് വരുന്നത്. അത് വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ഈ ഒരു ജനറേഷനിൽ നമുക്കിത് വലിയൊരു ഗുണമായിട്ട് കിട്ടും. പിന്നെ ട്രാവലിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓട്ടോ ലോക്കിംഗ് സംവിധാനം വരിക എന്ന് പറഞ്ഞാൽ ഈസിയാണ്. ഇപ്പോൾ ഇത് നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതൊക്കെ മടക്കി വെച്ച് ഓരോ ലോക്കുകളും ലോക്ക് ചെയ്തിട്ട് വേണം എടുത്ത് വെക്കാൻ. ഇതിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് നോർമലി ഒരു ലോക്ക് ചെയ്യണമെങ്കിൽ പവർ ബട്ടണിൽ ഒരു പ്രസ് ചെയ്ത് കൊടുത്താൽ ലോക്കാവും. കണ്ടോ, ഇപ്പോൾ ലോക്കായി, ഓഫായിട്ടില്ല, ലോക്കായി. ഇനി നമുക്ക് ഇത് ഓൺ ചെയ്യണമെങ്കിൽ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ഓൺ ആവും. വീണ്ടും നമുക്ക് ലോക്ക് ഓഫ് ആക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മൾ ഗിംബൽ ഓഫ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പവർ ബട്ടൺ നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ കണ്ടോ ശരിക്കും ഓട്ടോ ലോക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ശരിക്കും നമുക്ക് ഓഫായി കിട്ടി. പിന്നെ നമുക്ക് വല്ല ബാക്ക് പാക്കൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ബാക്ക് പാക്ക് വെച്ചിട്ട് യാത്ര ചെയ്തിട്ട് ആവശ്യമുള്ള സമയത്ത് വീണ്ടും ഓൺ ചെയ്യുക. വീണ്ടും ഓൺ ചെയ്തിട്ട് നമ്മൾ പവർ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോ ലോക്കിംഗ് സംവിധാനം, സെക്കൻഡ് ജെൻ ഓട്ടോ ലോക്കിംഗ് സംവിധാനമാണ് ഇതിന് കമ്പനി പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൺ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സംവിധാനം കൂടിയാണ് ഇതിൽ വരുന്നത്. പിന്നെ രണ്ടിലും വരികയാണെങ്കിൽ നമ്മൾ കോംബോ പാക്ക് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ, ഇപ്പോൾ ഇതിലാണെങ്കിൽ ബ്രീഫ് കേസ് ഹാൻഡിൽ എന്നാണ് പറയുക. കാരണം നമുക്ക് താഴെയുള്ള ഷോട്ടുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ ഇതിനാണെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഒരു ഹാൻഡിൽ വരുന്നുണ്ട്. ഈ ഹാൻഡിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്, നമുക്കിത് ലൂസ് ചെയ്തിട്ട് ഹാൻഡിൽ ജസ്റ്റ് സൈഡിലേക്ക് ഇങ്ങോട്ട് തിരിക്കാനും ഇങ്ങോട്ട് തിരിക്കാനാണ് പറ്റുക. വേറെ ഇതിൻ്റെ മുകളിൽ നമുക്കൊരു 1/4 ഇഞ്ച് സ്ക്രൂ വരുന്നുണ്ട്. ആ സ്ക്രൂവിൽ നമുക്ക് ലൈറ്റോ മൈക്കോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാൻ തോന്നുന്നു. അങ്ങനെ ഒരു സംവിധാനം മാത്രമാണ് നമുക്ക് ഇതിൽ വരുന്നത്. പക്ഷേ അത് നമ്മൾ DJIക്ക് വരികയാണെങ്കിൽ ഈ ഹാൻഡിൽ നമുക്ക് മേലേക്കും താഴേക്കൊക്കെ ഒരുപാട് രീതിയിൽ മേലേക്കും താഴേക്കൊക്കെ പല ഷൂട്ടിനും നമുക്ക് പക്ഷേ നമ്മളെ ഹാൻഡിൽ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരേണ്ടി വരും. താഴേക്കൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ഫിക്സ് ചെയ്യണം. അതിനൊക്കെ നമുക്ക് ഈ ഏറ്റവും പറ്റിയ രീതിയിലുള്ള ഹാൻഡിലാണ് ഈ ഒരു ഹാൻഡിൽ വരുന്നത്. മാത്രമല്ല ഈ ഹാൻഡിലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. കാരണം ഇത് നാറ്റോ പോർട്ട് വരുന്നുണ്ട്. അതിൽ ഹാൻഡിൽ മാത്രമല്ല ഒരുപാട് ആക്സറീസ് നമുക്ക് ആഡ് ചെയ്യാം. ഈ ഹാൻഡിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യാം. മാത്രമല്ല ഹാൻഡിലിൻ്റെ മുകളിൽ നമുക്ക് കണ്ട ഒരു കോൾഡ് ഷൂ മൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു മൈക്കൊക്കെ അവിടെ കൊടുക്കണമെങ്കിൽ ആ കോൾഡ് ഷൂ മൗണ്ട് ഉപയോഗിച്ചിട്ട് ഇതിന് മൈക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു 1/4 ഇഞ്ച് സ്ക്രൂ വരുന്നുണ്ട്. മിക്കവാറും എന്തെങ്കിലും ട്രാൻസ്മിറ്ററോ അതല്ലെങ്കിൽ നമുക്ക് സ്ക്രീനുകളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ 1/4 ഇഞ്ച് സ്ക്രൂ വെച്ച് സ്ക്രീൻ കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മളിത് മേലേക്ക് പിടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇവിടെയും ഒരു കോൾഡ് ഷൂ മൗണ്ട് വരുന്നുണ്ട് ബാക്കിൽ. അപ്പോൾ നമുക്ക് മേലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു മോണിറ്ററോ സ്ക്രീനോ കൊടുക്കാം. വീണ്ടും ഒരു 1/4 ഇഞ്ച്. അപ്പോൾ പല രീതിയിലും ഉപയോഗിക്കാൻ പറ്റില്ല, എന്നാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് രീതിയിലാണ് ഇതിൻ്റെ ഹാൻഡിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ഹാൻഡിൽ അറ്റാച്ച് ചെയ്താലും ഇതിൻ്റെ വെയിറ്റ് അധികം കൂടുന്നില്ല. പക്ഷേ ഇതിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് തിരിക്കാം. പിന്നെ ഇതൊന്ന് ലൂസ് ചെയ്തിട്ട് നമുക്ക് താഴ്ത്താനും പൊക്കാനും പറ്റും. ഇത്രയാണ് നമുക്ക് ഇതിലാകെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതത്ര ഒരു ഉപകാരപ്രദമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രൈസ് ആണെങ്കിൽ രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ പ്രൈസ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു റിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സാധനം വരേണ്ടത്. അത് നമ്മൾ പിടിക്കുമ്പോൾ ഒരു റിസ്റ്റിന് സപ്പോർട്ട് കിട്ടാൻ. പക്ഷേ അത് ഈ രീതിയിലൊക്കെ പിടിക്കുമ്പോൾ എന്തുമാത്രം ഉപകാരപ്രദമാകുന്നുള്ളത്
എനിക്കറിയില്ല. എന്തായാലും ഇതിൻ്റെ ഹാൻഡിലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. പിന്നെ ലൂസ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഞാൻ പറഞ്ഞു വളരെ ഈസി ആയിട്ട് നമുക്കിത് എടുത്തിട്ട് മാറ്റി വെക്കാൻ പറ്റും. ഇതാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴെ പോയിട്ട് നമുക്ക് ഇതിനുള്ളിൽ നിന്ന് ഊരിയെടുക്കണം. ഇത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആവശ്യത്തിന് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ട്രൈപോഡ് ഇല്ലേനും. ഇതിൽ നമുക്ക് വിത്ത് ട്രൈപോഡോട് കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എടുത്ത് ഊരി വെച്ചാലും ട്രൈപോഡ് ഇവിടെ തന്നെ നിൽക്കും. ഇതിൻ്റെ ട്രൈപോഡിൻ്റെ കംപ്ലീറ്റ് സാധനം ഊരി പോരും. പിന്നെ നമ്മൾ ട്രൈപോഡ് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഊരിയെടുത്തിട്ട് വേണം ഇതിൽ അറ്റാച്ച് ചെയ്യാൻ. മാത്രമല്ല ഇത് ഹാൻഡിൽ വെക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ ഇതിന് മുകളിൽ ഫിറ്റ് ചെയ്യണം. നോർമലി ഫിറ്റ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് അസൗകര്യമായിട്ട് ശരിക്കും ഒരു ഫീൽ ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. മാത്രമല്ല ഇത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെയിറ്റ് കൂടുന്നുണ്ട്. ഇതിൻ്റെ വെയിറ്റ് ഇപ്പോൾ 1 കിലോ പിന്നെ 50 ഗ്രാമൊക്കെ ആണെങ്കിൽ ഇതും വെച്ച് കഴിഞ്ഞാൽ ശരിക്കും 1,300 മുകളിലേക്ക് വെയിറ്റ് പോകും. അപ്പോൾ തന്നെ ഹെവി ഗിംബലിൻ്റെ ഒരു രീതിയിലേക്ക് ഇത് മാറിപ്പോവുകയും ചെയ്യും. എന്നാൽ നമുക്ക് അതിനുള്ളൊരു കേപ്പബിലിറ്റീസ് കിട്ടണില്ല എന്നുള്ളതാണ് ഞാനിത് തിരഞ്ഞെടുക്കാതിരിക്കാനുള്ള വേറൊരു കാരണം. അത് ഒരുപാട് രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്റ്റൈലാണെങ്കിൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. രണ്ടും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതാണ് കൂടുതലൊരു സ്റ്റൈലും കൊണ്ടുനടക്കാനൊക്കെ ഉള്ളൊരു എന്താ പറയുക എലഗൻറ്റ് ലുക്കൊക്കെ ഉള്ള സാധനം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മളിതിൻ്റെ സ്ക്രീനിലേക്ക് വരികയാണെങ്കിൽ 2 സ്ക്രീനും ഒന്ന് ചെറിയൊരു സ്ക്രീൻ. ഇത് വരുന്നത് ചെറിയ ഏകദേശം 1 ഇഞ്ചുള്ള സ്ക്രീനാണ്. ഇത് 1.5 ഇഞ്ച് സ്ക്രീനാണ്. മാത്രമല്ല ഇത് കളർ സ്ക്രീനാണ്, കളറാണ്, ടച്ചാണ്. ടച്ചിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ഈ സ്ക്രീനിൽ നമുക്ക് പിന്നെ സെറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ ബാലൻസ് സ്റ്റാറ്റസ് ഗ്രീനും ഒക്കെ ആയിട്ട് ഗ്രീനും ഓറഞ്ചൊക്കെ ആയിട്ട് നമുക്ക് മാറിയിട്ട് എന്തുമാത്രം നമ്മൾ ഗിംബൽ ബാലൻസ് ആണെന്നുള്ള സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതിൽ അത് മാത്രം ഇല്ലയെന്ന് മാത്രമല്ല നമ്മളത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഓൾഡ് സ്കൂൾ ഒരു പഴയ ലെറ്റർ സ്റ്റൈലും ടൈപ്പൊക്കെ ഉള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ളൊരു മോണിറ്ററാണ് വരുന്നത്. പിന്നെ കൺട്രോൾസ് ഒന്നും അത്ര രീതിയിൽ നമുക്ക് ടച്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാക്കി കൺട്രോൾസിലൊക്കെ പോയിട്ട് ഒരു പഴയ രീതിയിലുള്ളൊരു സാധനം വേണം ഇത് യൂസ് ചെയ്യാൻ. അപ്പോൾ ടച്ച് സ്ക്രീനിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു തന്ത വൈബ് എന്നൊക്കെ പറയില്ല ഇപ്പോഴത്തെ പിള്ളേർ, അതുപോലത്തെ ഒരു സാധനമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് ടച്ചും കുറേ കാര്യങ്ങളൊക്കെ വരുന്നത് വലിയൊരു കാര്യമാണ്. പിന്നെ വരുന്നത് കമ്പാരിസൺ പറയുമ്പോൾ ഒക്കെ പറയണമല്ലോ ഒരുപാട് കാര്യങ്ങൾ, കാരണം രണ്ടും പുതിയ സാധനങ്ങളായതുകൊണ്ടാണ് കമ്പാരിസൺ അങ്ങനെ പറയുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ജോയ്സ്റ്റിക്ക് വരുന്നത് ഗിംബൽ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ജോയ്സ്റ്റിക്ക് നമുക്ക് രണ്ടിലും യൂസ് ചെയ്യാം ഗിംബൽ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇതിൽ ഗിംബൽ മൂവ്മെൻറ്റ് മാത്രമേ പറ്റുള്ളൂ. അത് ഇതിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു സൈഡിലൊരു ബട്ടൺ മേലേക്ക് നീക്കി കഴിഞ്ഞാൽ നമുക്ക് പവർ സൂമുള്ള ലെൻസുകളോ അതില്ലെങ്കിൽ നമ്മളെ ഡിജിറ്റൽ സൂമുകളൊക്കെ ഉപയോഗിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് ഈ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് സൂം ചെയ്യാനും കൂടെ ഈ ഒരു ലിവർ ഉപയോഗിച്ചിട്ട് ഈ ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്ക് സൂം ചെയ്യാനും പറ്റും, ഗിംബൽ കൺട്രോൾ ചെയ്യാനും പറ്റും. 2 യൂസേജാണ്. പ്രത്യേകിച്ച് നമ്മൾ പവർ സൂമുകൾ ഇപ്പോൾ മിക്കവാറും എല്ലാ ക്യാമറകളും എല്ലാ ലെൻസുകളും എല്ലാ കമ്പനിക്കാരും പവർ സൂമുള്ള ഇപ്പോൾ നിക്കോണൊക്കെ ഒരുപാട് പവർ സൂം ലെൻസുകൾ തന്നെ ഇറക്കി തുടങ്ങി, കാരണം ഇതുപോലുള്ള ഗിംബൽമേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സൂം ചെയ്യണമെങ്കിൽ സ്മൂത്തായിട്ട് നമുക്ക് ഗിംബൽ വെച്ചിട്ട് അങ്ങനെ സ്മൂത്തായിട്ട് സൂം ചെയ്യാനും ഗിംബൽ മൂവ്മെൻറ്റൊക്കെ പറ്റിയ രീതിയിലാണ് ഈ ഒരു സാധനം വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ സെറ്റിങ്സ് രണ്ടും വെർട്ടിക്കലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഊരിടുമുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഊരിടുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും ഒരു ജെർക്കി ആയിട്ടാണ്, കാരണം റഫായിട്ടാണ് നമ്മൾ ഓരോ സാധനങ്ങൾ നമുക്ക് ഊരാനും ഇടാനൊക്കെ പറ്റുന്നത്. ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊരി നോക്കിയാൽ അറിയാൻ പറ്റും. പവറൊന്ന് ഓഫ് ചെയ്ത് നോക്കാം. പവറൊന്ന് ഓഫ് ചെയ്തിട്ട് ഇത് പവർ ഓഫ് ചെയ്തു. ഇപ്പോൾ ഞാൻ വെർട്ടിക്കൽ ഷൂട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ലിവർ കിടക്കണതിൻ്റെ ബാക്കിൽ എവിടെയാണ്, അത് കഴിഞ്ഞിട്ട് വേണം നമ്മളിത് ഊരിയെടുക്കാൻ. കണ്ടോ, അത് കഴിഞ്ഞ് നമ്മളിത് വെർട്ടിക്കൽ മോഡിലേക്കൊക്കെ ആക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ ചാടി ഒരു സ്റ്റക്ക് ഫീൽ ചെയ്യും. എന്നിട്ട് നമുക്ക് പതുക്കെ ഒരു റഫായിട്ടാണ് നമുക്കിത് നീക്കാൻ പറ്റുള്ളൂ. നമുക്ക് നിങ്ങൾ സാധാരണ ഗിംബലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും, വളരെ റഫായിട്ടാണ് നമുക്കിത് നീക്കിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക. അതുപോലെ ഊരണ സമയത്തൊക്കെ ആണെങ്കിൽ കുറച്ച് റഫ്, അതായത് ഒരു സ്മൂത്ത് അല്ലാത്ത രീതിയിലാണ് നമ്മളിത് എപ്പോഴും കൈകാര്യം ചെയ്യാൻ പറ്റുള്ള ഈ ഒരു സാധനം. അതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മളത് ഇതിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ വെർട്ടിക്കൽ മോഡ് ലോക്ക് ചെയ്യാം. വെർട്ടിക്കൽ മോഡിലാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വെർട്ടിക്കൽ മോഡിലേക്ക് ഊരിടാൻ പറ്റും. ജസ്റ്റ് ഇവിടെ നോബ് ഊരുക, പ്രസ് ചെയ്യുക, നേരെ മാറ്റിക്കഴിഞ്ഞാൽ വെർട്ടിക്കൽ മോഡിലേക്ക് മാറും. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ മോഡിലേക്ക് മാറ്റാൻ പറ്റും. 3rd ജെൻ വെർട്ടിക്കൽ ഷൂട്ടിംഗ് എന്നൊക്കെയാണ് കമ്പനി ഇതിന് പറയുന്നത്. മാത്രമല്ല ഇത് നമ്മൾ പതുക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഈ അലൂമിനിയം അലോയ് ഹാൻഡിലുകൾ ശരിക്കും ടെഫ്ലോൺ ഇൻ്റർലെയർ കോട്ടിങ്ങുകളുണ്ട്. ടെഫ്ലോൺ കോട്ടിങ്ങുകളുണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഇതുപോലെ ജെർക്കി അല്ലാത്ത രീതിയിൽ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ശരിക്കും ഓയിലൊക്കെ ചെയ്ത പോലെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് ബാലൻസ് ചെയ്യാനൊക്കെ പറ്റിയ രീതിയിലാണ് ഇത് വരുന്നത്. ഇതാകുമ്പോൾ ടെഫ്ലോൺ കോട്ടിങ് ഇല്ലാത്തതുകൊണ്ടാണ് റഫായിട്ട് ശരിക്കും ചാടിയിട്ട് പോണ ഒരു ഫീലിംഗ് വരാനുള്ള കാരണം. അപ്പോൾ ടെഫ്ലോൺ കോട്ടിങ് ഉണ്ട് എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ് ഈ ഗിംബലിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ബാലൻസിങ് ബുദ്ധിമുട്ട് വരുന്നത് എപ്പോഴും നമ്മളെ ഈ ഒരു ടിൽറ്റ് ആമിലാണ്. ഇതിൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും ഫൈൻ ട്യൂൺ നോബ് എന്ന് പറഞ്ഞിട്ട് ഒരു നോബ് വരുന്നുണ്ട്. ഈ നോബ് തിരിച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമുക്ക് മാറ്റാൻ പറ്റും. നമ്മൾ അത് നേരെ മറിച്ച് നമ്മൾ ഇതിലേക്ക് വരികയാണെങ്കിൽ ഈ ഗിംബലിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള നോബുകളൊന്നുമില്ല. നമ്മൾ തന്നെ ജസ്റ്റ് ഫ്രണ്ടിലേക്കും ആക്കും താഴേക്കും ആക്കും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി നമ്മൾ ശരിക്കും
കുറച്ച് സമയം കൂടുതൽ ചിലവഴിച്ചിട്ടാണ് നമുക്കിത് ബാലൻസ് ചെയ്യാൻ പറ്റുക. പക്ഷേ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഫൈൻ ട്യൂണിങ് സംവിധാനം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ബാലൻസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഞാൻ കണ്ട ഓട്ടോ ലോക്കിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് ഒരു ബട്ടൺ അമർത്തിയിട്ട്. ഇത് ഓട്ടോ ലോക്കിൽ വേണമെങ്കിൽ എനിക്ക് എല്ലാ ആമുകളും ഇതുപോലെ ലോക്ക് ചെയ്ത് കൊണ്ടുവരണം. എന്നാലാണ് എനിക്ക് ഓട്ടോ ലോക്കിലേക്ക് ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതാണെങ്കിൽ ഒറ്റ പ്രസ്സിൽ ഓട്ടോ ലോക്ക് ഓൺ, ഓട്ടോ ലോക്ക് ഓഫ്, ഇതുപോലെ നമ്മൾ ഓരോന്നും ലോക്ക് ചെയ്ത് കൊണ്ടുവരണം. അത് നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്രമല്ല ബാറ്ററിയുടെ കാര്യത്തിലാണെങ്കിൽ ഇത് നമുക്ക് കിട്ടുന്ന ഏകദേശം 11 മണിക്കൂർ 11.5 മണിക്കൂറാണ് നമുക്കിത് മാക്സിമം ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 13 മണിക്കൂർ നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിലൊക്കെ ഒരുപാട് രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു ഗിംബിളാണ് DJI RS4 Mini എന്ന് പറയുന്ന ഈ ഒരു ഗിംബിൾ. അതുപോലെ DJI RS4 Mini ആണെങ്കിൽ നമുക്ക് നമ്മളെ ഫോണുകളൊക്കെ ഹെവി ആയിട്ടുള്ള ഫോണുകളൊക്കെ നമുക്ക് ഇതിന് മുകളിൽ യൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു എന്താ പറയുക ഫോണിൻ്റെ ഹോൾഡറും കൂടി ഇതിൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ക്യാമറ റിമൂവ് ചെയ്തിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഫൈൻ ട്യൂണിങ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഫോൺ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഈസി ആയിട്ട് ഫോണൊക്കെ വെച്ചിട്ടും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് പിന്നെ എക്സ്ട്രാ ആക്സറീസും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ. അപ്പോൾ ഈ രണ്ടും കൺസിഡറേഷനിൽ ഉണ്ടായപ്പോഴും ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് യാത്രക്കും കാര്യത്തിനൊക്കെ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാനിത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ വേറൊരു വീഡിയോ ബാക്കി ഷൂട്ടിങ്ങിൻ്റെ കാര്യത്തിൻ്റെ വേറൊരു വീഡിയോയും കൂടി ഉണ്ട്. അതും കൂടെ ഞാൻ പോസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സെറ്റപ്പും കാര്യങ്ങളും വേറെയും പോസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരു കമ്പാരിസൺ വീഡിയോ എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.